ഹായ്, നമുക്ക് ഒരു കല്യാണ വിശേഷം പറയാം. എനിക്ക് വന്നൊരു കമന്റിനെ ബേസ് ചെയ്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി വന്ന കമന്റ് ഒരു കൃഷ്ണൻ ഇട്ട കമന്റാണ്. കൃഷ്ണന്റെ കമന്റ് ഇതാണ്: 6 വയസ്സുള്ള മോളെ 53 വയസ്സുള്ള കിളവന് കെട്ടിച്ചു കൊടുക്കുമോ നീ ഷെബീന ചേച്ചി? വാവ്, റെലവന്റ് ടോപ്പിക്, റെലവന്റ് സബ്ജക്റ്റ്. നമുക്കിതൊന്നും എടുക്കാം. എന്തുകൊണ്ടെന്നറിയാമോ? പലരും ഏറ്റവും കൂടുതൽ പറയുന്നത് പോക്സോ പ്രതി എന്ന രീതിയിലാണ് മുഹമ്മദ് നബിയെ വിശേഷിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പോക്സോ ഒന്നും ഇല്ലടാ. പോക്സോയൊക്കെ ഇപ്പോഴല്ലേ ഉള്ളത്. എനിവേ, നമുക്ക് നമ്മുടെ നാട്ടിലുള്ള കുറേ കാര്യങ്ങൾ പറയാം. 14-ാം നൂറ്റാണ്ടിലെ കാര്യമല്ല, 19-ാം നൂറ്റാണ്ടിലെ കാര്യമാണ്. 1900 നടന്നൊരു സംഗതിയാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ അറിയുമോ? വിവേകാനന്ദന്റെ ഗുരുവാണ്. അപ്പം അദ്ദേഹം കുട്ടിക്കാലം മുതൽ തന്നെ ലൗംഗിക ജീവിതത്തിൽ വിരക്തി കാണിച്ച ഗദാധരൻ എന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് കേട്ടാ, ആധ്യാത്മിക ചിന്തകളിൽ മുഴുകി കഴിയാനാണ് ഇഷ്ടം. അങ്ങേർക്ക് കല്യാണമൊന്നും കഴിക്കാനൊന്നും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ വിവിധ ക്ഷേത്രങ്ങളിൽ പൂജാരിയായിട്ട് നടന്ന ഇങ്ങേര് 24-ാം വയസ്സിൽ 5 വയസ്സുള്ള ശാരദാദേവിയെ അന്നത്തെ നാട്ടുനടപ്പനുസരിച്ച് വിവാഹം ചെയ്തു. 1866 ദക്ഷിണേശ്വരത്തെ കാളി ക്ഷേത്രത്തിൽ അവിടെ വെച്ചാണ് കല്യാണം. എനിവേ, അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്ന ശാരദാദേവിയുടെ വയസ്സ് എത്രയാണ്? 5 വയസ്സാ. അപ്പൊ പിന്നെ മുഹമ്മദ് നബിയെക്കാട്ടിയും വലിയ പോക്സോ തമ്പുരാൻ അങ്ങേരല്ലേ? എന്തുകൊണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസനെ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരുപാട് ഗുരുകുലമൊക്കെ ഇവിടെ ഉണ്ട്. മാത്രമല്ല വിവേകാനന്ദ സംഘിയാണ്. സംഘി വിവേകാനന്ദന്റെ ഗുരുവാണ്. അങ്ങേരെ റോൾ മോഡൽ ആക്കിയിട്ടാണ് കുറെ അധികം സംഘികൾ ഇവിടെ ഉള്ളത് തന്നെ. ഇനിയിപ്പോൾ അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. ഇനി അത്രത്തോളം ഒന്നും പോകണ്ട. ഈ വയസ്സ് 5 വയസ്സല്ലേ ഉള്ളൂടാ. അപ്പൊ മുഹമ്മദ് നബിയെക്കാട്ടിയും ചെറിയ വയസ്സിൽ കല്യാണം കഴിച്ചത് ശ്രീരാമകൃഷ്ണ പരമഹംസനല്ലേ? അങ്ങേരല്ലേ പോക്സോ പ്രതിയാക്കേണ്ടത്? അതും 18-ാം നൂറ്റാണ്ടിലല്ലേ? 1900 എന്ന് പറയുമ്പോൾ 19-ാമത്തിലെ എന്നാ പോട്ടെ, നമുക്ക് 18 തന്നെ പിടിക്കാം. 18-ാം നൂറ്റാണ്ടിൽ പോലും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ 4 പതിറ്റാണ്ട് മുമ്പുള്ള അല്ലെങ്കിൽ 4 നൂറ്റാണ്ട് മുമ്പുള്ള ആ മുഹമ്മദ് നബിയുടെ ഒരു വിശേഷം എടുത്തുകൊണ്ട് ഇന്ന് എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ഇസ്ലാമിയരുടെ വിവാഹപ്രായം 16 വയസ്സാണ് പെൺകുട്ടികൾക്ക് നിജപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ നിയമം, കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇന്ത്യയിൽ പറയുന്ന ഒരു നിയമ നടപടിയുണ്ട്. 18 വയസ്സിൽ വിവാഹം കഴിപ്പിക്കാവുള്ളൂ. അതിനെതിരെ തർക്കത്തോടെ പോവാം, പെൺകുട്ടികൾക്ക് പോവാം. എനിക്ക് 18 വയസ്സിൽ കല്യാണം മതി, എനിക്ക് ഇന്ത്യൻ നിയമം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തീരും. നിക്കാഹ് നടപ്പിലാക്കി കൊടുക്കും 16-ൽ, വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന 18-ൽ. അതിന് മുമ്പേ ഒരുത്തനും ചെയ്യാറില്ല. ധൈര്യസമേതം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ നേർക്ക് കാണിച്ചു തന്നാൽ ഞാൻ കൊടുക്കാം പെറ്റീഷൻ. പൊതു താല്പര്യ ഹർജി പ്രകാരം അവനെ പിടിച്ചകത്താക്കാനുള്ള വകുപ്പുണ്ട്. പിന്നെ കല്യാണപ്രായം 10 വയസ്സിൽ നിന്ന് 11 വയസ്സിൽ കൂട്ടിയതിന് നമ്മുടെ ബാലഗംഗാധര തിലകൻ, അങ്ങേരും ഒന്നും ഒരുപാട് കാലം മുമ്പ് ജീവിച്ചിരുന്നതല്ല. 1920-ലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ആ 1900-കളിൽ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ട് പോയിട്ട് 19 വേണ്ട, 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബാലഗംഗാധര തിലകൻ സ്വന്തം വിവാഹപ്രായം 10 വയസ്സിൽ നിന്ന് 11 ആക്കിയതിന് ബഹളം വെച്ചവനാ. ബ്രിട്ടീഷുകാരോട് അടികൂടിയതാ. ബ്രിട്ടീഷുകാർക്ക് ബോധം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവർ വിവാഹപ്രായം കൂട്ടണമെന്ന് പറഞ്ഞു. ഇന്നും നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു വലിയ വൃത്തികെട്ട സംഗതിയാണ് കൊച്ചു പിള്ളേരെ പിടിച്ചു വെച്ച് കെട്ടിച്ചു കൊടുക്കുന്നത്. ബ്രാഹ്മണ വിവാഹം കണ്ടിട്ടുണ്ടോ? 80-90 വയസ്സുള്ള മൂത്ത ബ്രാഹ്മണൻ എല്ലാവരും നടന്ന് കല്യാണം കഴിക്കും. ഇളയന്മാർക്ക് സ്കോപ്പില്ല. മൂത്തവന്മാര് മാറിക്കൊടുത്താലേ പറ്റുള്ളൂ. അവന്മാരെല്ലാം സംബന്ധം കൂടാൻ പോകും. ഏത് നായര് കുടികളിൽ പോയി സംബന്ധം കൂടും. ചൂട്ടുകെറ്റ ഹോൾഡേഴ്സാ. അവർ ചൂട്ടുകെറ്റ കൊണ്ടുപോയി നായരച്ചികളെ പ്രോഗ്രാം ചെയ്ഞ്ഞ് പോരും. കല്യാണം കഴിച്ച് കൊണ്ടുവരാക്കില്ല. വേളി കഴിക്കൽ നിർബന്ധമാക്കേണ്ട മൂത്ത ഏട്ടനാ അങ്ങേര് മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. അപ്പം വേളി കഴിച്ച് കൊണ്ടുവരുന്ന രീതി കണ്ടിട്ടുണ്ടോ? അങ്ങനെ അന്തർജനങ്ങളെ വേളി കഴിക്കാനുള്ള അധികാരം ബ്രാഹ്മണ നമ്പൂതിരിമാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. നമ്പൂതിരിപ്പാടിന്റെ കുറേയധികം വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വീട്ടി ഭട്ടതിരിപ്പാടിന്റെ ജീവചരിത്രമുണ്ട്, എടുത്തു വെച്ച് വായിച്ചു നോക്കാം. അതിനകത്ത് ഉണ്ട് എമ്മാതിരി എല്ലാം ഉണ്ടെന്നറിയാമോ? 90 വയസ്സ് 80 വയസ്സുള്ള മുരട്ട് കളവന്മാര് കൊച്ചു പെമ്പിള്ളേരെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് ഈ പറട്ടക്കളവൻ ഫസ്റ്റ് നൈറ്റിൽ എന്തരാ കണ്ട് അന്തം വിട്ട് ചത്തു. അങ്ങനെ ചത്തുപോകുന്ന ഒരു കഥ 18-ാം നൂറ്റാണ്ടെന്നൊരു സിനിമയ്ക്കകത്ത്, 19-ാം നൂറ്റാണ്ടെന്നൊരു സിനിമയ്ക്കകത്തുണ്ട്. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു വരുന്ന ഫസ്റ്റ് നൈറ്റിൽ കയറി എന്തരാ പെണ്ണിനെ കണ്ട് എന്തരാ ഏക പിടിച്ച് കളവൻ അപ്പോഴേ വീണ് തട്ടിപ്പോവും. പിന്നെ ഈ പെണ്ണ് വേറെ ആരെങ്കിലും കിട്ടൂ? അനിയ നമ്പൂരിച്ചാൻ പറ്റൂല. അവര് ജീവിതകാലം മുഴുക്ക തലയും മുട്ടയടിച്ചുകൊണ്ട് നിൽക്കും. EMS നമ്പൂതിരിപ്പാട് തന്റെ ജീവിത ചരിത്രത്തിൽ അങ്ങനെയൊന്നും എഴുതിയിട്ടുണ്ട്. എന്തിനധികം EMS നമ്പൂതിരിപ്പാടെന്നുള്ള നമ്പൂതിരിപ്പാട് കളയാൻ തയ്യാറാകാതെ അയാളുടെ ഉള്ളിൽ ആ ജാതിബോധം ഉണ്ടായിരുന്നു. പക്ഷേ അയാൾ കമ്മ്യൂണിസ്റ്റ് ആയതിന്റെ പിന്നിൽ അയാളുടെ ഓപ്പോളാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവോ? ഓപ്പോൾ ഒരു തൈക്കളവനെ കൊണ്ട് കെട്ടിച്ചു കൊടുത്തു. 80-90 വയസ്സുള്ളവരെ കൊണ്ട് കൊച്ചുമക്കളെ കെട്ടിച്ചു കൊടുക്കാൻ നിന്നാട്ടില്ല. അതായത് ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ, അതായത് ഇപ്പം ഒരു 1900 19-ാം നൂറ്റാണ്ടിൽ പോലും ആളുകൾ തയ്യാറാകുന്ന ഒരു കാലഘട്ടത്തിൽ നീ എന്ത് വാഴത്തോരനാടാ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള കാര്യം എടുത്തു വെച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ഒന്ന് പറയുന്നത്? ചരിത്രത്തിൽ വേറെ ആൾക്കാരുണ്ട്, ഞാൻ പറയും.
പിന്നെ കരയരുത്. ഞാൻ പറഞ്ഞില്ലേ, യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഞാനിതങ്ങ് തുടങ്ങും, ഞാൻ നിർത്തൂല. പിന്നെ നീ ഗൂഗിളിൽ സെർച്ച് ചെയ്യും എങ്ങനെ ഈ യുദ്ധം നിർത്താമെന്ന്. അമ്മാതിരി ഞാൻ പറയും. ഗാന്ധിജി എന്ന് ഞാൻ പറയത്തില്ല, കാരണം അങ്ങേർക്ക് 14 വയസ്സാ 10 വയസ്സ് കണ്ടുള്ളപ്പോഴാണ് മറ്റേ പെണ്ണിനെ കസ്തൂർബായ കിട്ടിയത് അല്ലേ. ചെറിയ പ്രായമായിരുന്നു, അതിന് എത്ര 13 വയസ്സ് 14 വയസ്സ്. ഇങ്ങേർക്ക് 14, അങ്ങേർക്ക് 10. 1 വയസ്സ് എത്തായാലും കുറവാണ്. എന്നാലും കൊച്ചുപിള്ളേർ പിള്ളേർ കളിക്കാനാ. ഇപ്പൊ ബ്രാഹ്മണന്മാർ അങ്ങനെ ചെയ്യുന്നില്ലെന്ന് പറയരുത്. ബ്രാഹ്മണന്മാർ അച്ഛൻ്റെ മടി കയറിയിരുന്ന് ചെയ്യുന്നതിന്റെ ചരിത്രം ഇതിപ്പോ ക്രിസ് വേണുഗോപാൽ കല്യാണം കഴിച്ചില്ലേ, അയാൾ പറയുന്നുണ്ട്. ഈ അച്ഛൻ്റെ മടി കയറി തടിച്ചു കയറിയിരുന്ന് കല്യാണം കഴിക്കണമെന്നല്ല പറഞ്ഞത്. പണ്ട് കാലഘട്ടങ്ങളിൽ കൊച്ചുമക്കളെ കൊണ്ടുവന്ന് കിളവന്മാർക്ക് കെട്ടിച്ചു കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. കൊച്ചു എഴുന്നേറ്റ് ഓടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിടിച്ച് മടിയിരുത്തി കല്യാണം താലി കെട്ടിച്ചു കൊടുക്കുന്നത് ബ്രാഹ്മണന്മാർ. അതൊക്കെ പാടുണ്ടാടാ. അതൊക്കെ ഇപ്പോൾ ഒരു 100 വർഷം മുമ്പ് വരെ നടന്നിട്ടുണ്ടെങ്കിൽ മറ്റത് നടക്കാം. മനസ്സിലായ? കൂടുതൽ ഡെക്കറേഷനും കൊണ്ട് ഇങ്ങോട്ട് വരരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ 6 വയസ്സുള്ളവന് 53 വയസ്സ് വരെ കല്യാണം കഴിക്കുന്നത് കൊണ്ടുപോടാ. അത് ക്രൈം തന്നെയാണ്. അതിനെതിരെ നിയമമുണ്ട്. തീർച്ചയായിട്ടും അതിനെതിരെ ഞാൻ നിൽക്കും. വേറെ ആരും ഇന്നില്ലെങ്കിൽ ഞാൻ പൊരുതാന്നായിട്ട് നിൽക്കും. അപ്പൊ ആ വിവാഹ കാര്യം ആലോചിച്ചുകൊണ്ട് വരണ്ട. പിന്നെ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നതിനെ പറ്റി ഇന്നത്തെ നമ്പൂരിമാർ ചെയ്തതൊക്കെ തന്നെയാണ് അന്ന് അങ്ങേരും ചെയ്തിട്ടുള്ളത്. അതിന് വ്യത്യാസമൊന്നുമില്ല. നമ്പൂരിമാർ അങ്ങനെയില്ലായിരുന്നു. മുതുക് കളവൻ പോയി കൊച്ചു പെണ്ണിനെ കല്യാണം കഴിക്കും, പിന്നെ അതിനെ വേറെ കെട്ടിക്കാൻ ഒക്കത്തില്ല. വേറെ കെട്ടിക്കൂടാ. വെളി കഴിച്ച് ചത്തുപോയാൽ പിന്നെ തലയെ മൊട്ടയടിച്ചിട്ട് അഗ്രഹാരത്തിൽ ഇങ്ങനെ നടക്കണം. അതായിരുന്നു അന്തർജനങ്ങളുടെ വിധി. അതൊക്കെ പോലെ തന്നെ ആയിരിക്കും പുള്ളി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എന്ത് തന്നെ ആയാലും ആ കാലഘട്ടങ്ങളിൽ യുദ്ധങ്ങളിൽ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ആണുങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ പെൺകുട്ടികൾ അനാഥയാക്കപ്പെടുക ഒരു ഇതുണ്ടായിരുന്നു. വിധവകളെ തന്നെയാണ് അദ്ദേഹം കൂടുതൽ കഴിച്ചത്. ആകെ ഉള്ളത് ഈ ആയിഷയുടെ വിവാഹമാണ്. ആയിഷയെ വിവാഹം കഴിക്കാനായിട്ട് പുള്ളിക്കാരൻ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവ് ആ പെൺകുട്ടിയുടെ പിതാവ് പറയുന്നുണ്ട്, അവനെ മറ്റൊരാൾക്ക് വേളി കളിക്കാനായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് എന്നുള്ള ടേം സംസാരിക്കുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ഡെപ്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ കമന്റിൽ പറഞ്ഞാൽ മതിയാവും. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം ഉണ്ട്. അപ്പം തന്നെ വിവാഹം ഏകദേശം ആ കുട്ടിക്ക് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതാണ് ഞാൻ എൻ്റെ ഉപ്പുപ്പാടെ കാര്യം തന്നെ പറഞ്ഞത്. എൻ്റെ ഉപ്പുപ്പ സുൽത്താൻ പിള്ള എൻ്റെ ഉമ്മുമ്മ സാറാ ഉമ്മാളെ വിവാഹം കഴിക്കുമ്പോൾ ഉമ്മുമ്മക്ക് 12 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. 12 വയസ്സിൽ വിവാഹം കഴിച്ച് 13-14 വയസ്സിലൊക്കെയാണ് എൻ്റെ മൂത്ത മാമായ പ്രസവിച്ചതെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു 100 വർഷം മുമ്പ് വരെ ഈ ഒരു ആചാരം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അത് ഇസ്ലാമിയിലാണോ എന്ന് ചോദിക്കുന്നതിന് മുമ്പാണ് ഞാൻ ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന മഹത് ഗുരുവിനെ കൊണ്ടുവന്ന് വെച്ചത്. അദ്ദേഹത്തിൻ്റെ വിവാഹപ്രായം 24 വയസ്സിൽ അദ്ദേഹം 5 വയസ്സുള്ള കുട്ടിയാണ് വെച്ചത്. 6 അല്ല 5 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ 1 വയസ്സ് ചെറുത് ഇവിടെയാണ്. അപ്പോൾ സ്കോർ ചെയ്തിരിക്കുന്നത് ഈ ഒരു കാറ്റഗറിയിലാണ്. കൂടുതൽ ഒലത്തിയ വർത്താനം കൊണ്ട് വരരുത് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് പറഞ്ഞു തരാനുണ്ടാവും. അപ്പോൾ വെറുതെ കൊണയടിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ വായെന്ന് കേട്ടിട്ട് പിന്നെ ഞാനിത് സ്റ്റോപ്പ് ചെയ്യുന്നില്ലെന്ന് കരയരുത്. ഈ ചരിത്രബോധമില്ലാത്ത മണ്ട ശിരോമണികളുടെ അടുത്തൊക്കെ നിങ്ങൾ പോയി കിടന്ന് വായ്ത്താളടിക്കുക. അവരിത് കേട്ടോണ്ടിരിക്കും. ഷെഫീനെ കേട്ടോണ്ടിരിക്കുക. ഷെഫീനയ്ക്ക് മറുപടി ഉണ്ടാകും. മറുപടി ഭീകരവും ഭയാനകവും വിജിംപ്രജിച്ചതുമായിരിക്കും. ചിത്രത്തിൽ കുറേ അധികം സാധനങ്ങൾ ഉണ്ട്. ഞാൻ അത്രയൊന്നും എടുത്തുകൊണ്ട് വന്നില്ല. തൽക്കാലം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഉണ്ട വിഴുങ്ങി നിന്റെ കമന്റിനുള്ള മറുപടി ഇതാണ്. ചെക്ക്.